ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോകുന്നുണ്ട്. ഇവിടെ BCയിലെ അഗാസിസ് എന്ന മനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് യാത്ര. ചുറ്റും മലനിരകളൊക്കെ ആയിട്ട് വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണിത്. നാടും വീടും വിട്ട് പ്രവാസികളായിട്ട് കഴിയുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ നമ്മുടെ കുടുംബം. നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ കൂടെ നിൽക്കുന്നവർ. അങ്ങനെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹരി കാനഡയിലെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അടുത്ത മാസം ഹരി പോകുന്ന സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അപ്പോൾ ഹരി പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ഒന്നിച്ച് കുറച്ച് സമയം ചിലവഴിക്കണം എന്ന് തോന്നി. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഈ ഒരു സ്റ്റേക്കേഷൻ. കാഴ്ചകൾ കാണാനോ കറങ്ങാനോ ഒന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഈ 2 ദിവസം എല്ലാവരും കൂടെ ഒരു വീട്ടിൽ ഒത്തുകൂടണം, അത്രമാത്രം. അടുത്ത് തന്നെയുള്ള സ്ഥലമായതുകൊണ്ട് പാക്കിങ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെ ചേറക്കുട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കാരണം അവളുടെ ആദ്യത്തെ ഔട്ടിങ്ങാണ്. ഇതുവരെ വീടിൻ്റെ പുറത്തൊരു രാത്രി പോലും അവൾ നിന്നിട്ടില്ല. ഇത്രയും പേർക്കൊപ്പം താമസിക്കുന്നതും പുതിയൊരിടത്ത് തുടങ്ങുന്നതും ഒക്കെ അവൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും. അത് അവൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട്. എങ്കിലും അവളുടെ കൂടെയുള്ള ആദ്യത്തെ ട്രിപ്പായതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. മലമുകളിലുള്ള ഒരു ക്യാബിൻ ഹൗസിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഹോട്ടൽസോ റെസ്റ്റോറൻറ്റ്സോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ 2 ദിവസത്തേക്കുള്ള ഭക്ഷണം കൂടി കരുതിയിട്ട് വേണം പോകാൻ. ഫ്രോസൺ ചപ്പാത്തിയും മുട്ടക്കുറമയുമാണ് ഞങ്ങൾ എടുക്കുന്നത്. ചപ്പാത്തി നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. വേഗം പാക്കിംഗ് ഒക്കെ തീർത്തിട്ട് എക്കുറുമയും കൂടെ റെഡിയാക്കണം. എന്നിട്ട് വേണം ഇറങ്ങാൻ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഹീറ്റിംഗ് ഉള്ളൊരു ഗ്ലൗസാണേ. എനിക്ക് പൊതുവെ തണുപ്പിനെ നല്ല പേടിയാണ്. അതുകൊണ്ട് കാനഡയിലേക്ക് മൂവ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ആദ്യം മേടിച്ചത് ഈ ഒരു ഐറ്റം ആയിരുന്നു. മഞ്ഞത്തൊക്കെ പോകുമ്പോൾ ആദ്യം തണുത്തുറയുന്നത് കൈയാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ ഹീറ്റഡ് ഗ്ലൗസ് നല്ല യൂസ്ഫുള്ളാണ്. പക്ഷേ ഈ ഗ്ലൗസിൻ്റെ ചാർജ് തീർന്നു പോയിട്ട് മലയുടെ മുകളിൽ നിന്നൊക്കെ നല്ല മഞ്ഞത്ത് എടുത്ത് ചാടി ഓടി താഴ്വാരത്തെത്തിയ ചരിത്രമൊക്കെ ഉണ്ട് എനിക്ക്. അത്ര പേടി എനിക്ക് തണുപ്പിന്. അതുകൊണ്ട് ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് മറക്കാതെ ഇതിൻ്റെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്ത് ഗ്ലൗസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പക്ഷേ ഈ യാത്രയിൽ ഈ ഗ്ലൗസ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകാൻ പോകുന്നത് എനിക്കായിരിക്കത്തില്ല, അമ്മയ്ക്കായിരിക്കും. കാരണം അമ്മ തണുപ്പിന് അത്ര യൂസ്ഡ് അല്ല. അമ്മയുടെ ആദ്യത്തെ സ്നോ എക്സ്പീരിയൻസ് ആണ് ഇത്. അപ്പോൾ കൈയൊക്കെ തണുക്കാതെ തണുപ്പിനെ പേടിക്കാതെ അമ്മ മാക്സിമം എൻജോയ് ചെയ്തോട്ടെ. അപ്പോഴേക്കും നമ്മുടെ സേറക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. കഷ്മിനാവ് മുങ്ങിപ്പോയാന്നോ? അപ്പിടി മുങ്ങിപ്പോയാന്നോ? പാലുച്ച വന്നാനോ? പിന്നെ പാലുച്ച എണീറ്റ് വന്നാന്നോ? അമ്മ പാല് തരാവേ. ഓ അമ്മ പാല് തരാവേ. ഇനി ഇവിടെ പാലൊക്കെ കൊടുത്ത് കുറച്ച് നേരം കളിപ്പിച്ചിട്ട് നമുക്ക് വേഗം അടുക്കളയിലേക്ക് പോവാം. നമുക്ക് സമയം കുറച്ച് വൈകിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കുക്കിംഗ് ഒക്കെ തീർക്കണം.
ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റാം. അതിലേക്ക് സവോളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഉണ്ടല്ലോ സവാള റെഡിയായാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരല്പം ഗരം മസാലയും കൂടെ ചേർക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഐറ്റം റെഡിയാക്കണം. ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ, പെരുംജീരകം, കാഷ്യൂ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കുറച്ച് ഉപ്പ് എന്നിവ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് നമ്മുടെ സവാളക്കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ കുറുമ റെഡി. ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല, അത് നാളെ അവിടെ ചെന്ന് കഴിക്കാൻ നേരത്തിട്ടാൽ മതിയല്ലോ. ഒരു സെക്കൻഡ് കിടന്നോടി. അതെ നീ ദുഷ്ടിയായിട്ടിരിക്കില്ല പ്ലീസ്. അയ്യോ കഴിക്കണം. കൂടുതൽ ഈ സൈഡിലേക്കാണ് നമുക്ക് അങ്ങോട്ട് വാങ്ങിക്കാം. പലയും കൂടി ചേർത്ത്
ചിരിക്കല് പ്ലീസ് എന്നാ പാപ്പോ എൻ്റെ ഓഫാക്കാണോ ഇവിടെ അടുക്കള ഓഫാണ്. എന്തോ ഡിഷ് വാഷറാണോ റണ്ണിങ്? ഡിഷ് വാഷർ റണ്ണിങ് ആണ്. ബാക്കിയുള്ള ഓഫാണെന്ന് തോന്നുന്നു. എല്ലാം അവർ ജനലെല്ലാം റൂമുകളിലൊക്കെ ഓഫല്ലേ? ഒന്ന് ഞാൻ നോക്കാം. അത് എവിടെ ഒന്ന് നോക്കിക്കോ. ഞാൻ റൂമിലൊക്കെ ഒന്ന് ഓടി വരാവേ. സാറ്റർഡേ ട്രാവൽ എന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തോ. സാനിറ്റൈസർ എടുത്തിട്ടില്ല. ഞാനൊക്കെ ഉള്ളൂ. വലിയ കുപ്പിയോടല്ലേ സ്റ്റെപ്പ് എടുത്തു. പ്ലെയിൻ ചിക്കൻ എടുക്കണ്ടെന്ന് തീരുമാനിച്ചു. ചാർജർ ഞാൻ എടുത്തു. ചപ്പാത്തി ഏക്കറി താഴെ വെച്ചു. ആ ചാർജറിന് പക്ഷേ മറ്റേ സ്കിൻ കെയർ എടുത്തു. നിങ്ങൾ തൊപ്പിയൊക്കെ എല്ലാവരും എടുത്തു. പമ്പ് എടുത്തു. ബ്രസ്റ്റ് ഫീഡിങ് ഇതെടുക്കണോ? ചൂടാക്കാൻ വേണമെന്നല്ലാതെ വൈറ്റ് നോയ്സിന്റെ മെഷീൻ എടുത്തോ. പാസിഫയർ മരുന്നുകളെല്ലാം എടുത്തില്ലേ? നമ്മളോട് വെച്ചിരുന്ന ടൈലിനോളും Let's go. Let's go. ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ക്യാബിൻ ഹൗസ്. ചുറ്റും നല്ല വെളുത്ത മഞ്ഞൊക്കെ ആയിട്ട് ഒരു സ്വപ്ന ലോകത്തെത്തിയതുപോലത്തെ ഫീൽ. ഇത് പെണ്ണേ, നീ എന്നാ പറയുന്നേ? എന്നാ പറയുന്ന വാവാ?
എന്നാടി പറയുന്നത്? അമ്മ കേട്ടില്ലല്ലോ എന്താ പറഞ്ഞെന്ന്. ഭാവിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവൾ നല്ല ഹാപ്പി ആയിട്ട് കളിച്ച് തിരിച്ച് ബെഡിൽ കിടക്കുന്നു. ജനാലയിലൂടെ പുറത്തോട്ട് നോക്കിയാൽ വലിയ മഞ്ഞു കൂനകളാണ് കാണുന്നത്. നല്ല തണുപ്പ്, നല്ലൊരു ശാന്തതയും. ഏതായാലും ബ്ലോഗിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. ടാറ്റാ.